എറണാകുളം പറവൂരിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ഒരു പെൺകുട്ടിയെ രക്ഷപ്പെടുത്തി. മറ്റൊരാൾക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. പുത്തൻവേലിക്കര കൊഴുത്തുരുത്ത് മണൽ ബണ്ടിന് സമീപമാണ് അപകടം. അലി അക്ബർ ഷാ, ഒരാൾ കൂടി രക്ഷപ്പെടുത്തിയിരിക്കുന്നു. ഇനി ഒരു കുട്ടിയാണ് ബാക്കിയുള്ളത്. നികേഷ്, 5 പേരാണ് രാവിലെ ഇവിടെ അപകടത്തിൽപ്പെട്ടത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ അപകട സ്ഥലത്താണ്, കോഴിത്തുരുത്ത് എന്ന് പറയുന്ന ഇവിടെ ഈ ബണ്ടിലാണ് രാവിലെ അപകടത്തിൽപ്പെട്ടത്. 5 പേരാണ് ഇവിടെ കുളിക്കാൻ ഇറങ്ങിയതെന്നാണ് നമ്മളോട് ഇവിടെ നാട്ടുകാർ പറയുന്നത്. ഇതിൽ 2 പേർ കരയിലായിരുന്നു, 3 പേരാണ് ഒഴുക്കിൽപ്പെട്ടത്. ആദ്യഘട്ടത്തിൽ ഈ രക്ഷാപ്രവർത്തകർ ഇവിടെ എത്തിയ ഘട്ടത്തിൽ തന്നെ ഒരാളെ പെട്ടെന്ന് തന്നെ രക്ഷിക്കാൻ സാധിച്ചു. അതായത് ഒഴുക്കിൽപ്പെട്ട 3 പേരിൽ ഒരാളെ വേഗം തന്നെ ഉടനടി തന്നെ രക്ഷിക്കാൻ സാധിച്ചു, ആശുപത്രിയിലേക്ക് മാറ്റാൻ സാധിച്ചു. പക്ഷേ ബാക്കിയുള്ള 2 പേർ ഒഴുക്കിൽപ്പെടുകയും ഇവരെ കണ്ടെത്താൻ സാധിക്കാതെ വരികയും ചെയ്തിരുന്നു. ഒരുപാട് സമയത്തിന് ശേഷമാണ് അടുത്തയാളെ കണ്ടെത്തുന്നത്. അല്പസമയം മുമ്പ്, മിനിറ്റുകൾക്ക് മുൻപാണ് 5-ാമത്തെ ആളെ, അതായത് ഈ 5-അംഗ സംഘത്തിലെ ഒഴുക്കിൽപ്പെട്ട അവസാനത്തെ ആളെയും കണ്ടെത്തുന്നത്. ഇതിൽ ആദ്യഘട്ടത്തിൽ രക്ഷപ്പെടുത്തിയ ആളുടെ ആരോഗ്യനിലയിൽ വലിയ ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് ഇവിടെ നിന്നും രക്ഷാപ്രവർത്തകരിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. പക്ഷേ അവസാനം കണ്ടെത്തിയ 2 ആളുകൾ, അതായത് ഒഴുക്കിൽപ്പെട്ട അവസാനം കണ്ടെത്തിയ 2 ആളുകളുടെ കാര്യത്തിൽ അവരുടെ നിലവിലെ സാഹചര്യം എന്താണ് എന്നതിനെ സംബന്ധിച്ച് വലിയ ആശങ്ക രക്ഷാപ്രവർത്തകർ തന്നെ പങ്കുവച്ചിരുന്നു. ഇവിടെ നിന്നും ഇപ്പോൾ അവസാനത്തെ ആളെയും കണ്ടെത്തി ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിൽ തന്നെ നടന്നിരുന്നു. നാട്ടുകാർ ആ സമയത്ത് തന്നെ കൃത്യമായി ഇടപെടൽ നടത്തിയതിനു ശേഷം ഫയർഫോഴ്സ് ഉൾപ്പെടെ എത്തിയാണ് ഇത്തരത്തിൽ ഈ രക്ഷാപ്രവർത്തനം നടത്തിയത്. 5 പേരാണ് ഈ കാണുന്ന പ്രദേശം. ഇവർ പറഞ്ഞതനുസരിച്ച് കുളിക്കാൻ ഇറങ്ങിയതായിരുന്നു രാവിലെ ഈ 5-അംഗ സംഘം. അതിനുശേഷം കക്ക വാരുന്ന സ്ഥലമാണിത്. അത്തരത്തിൽ കക്ക വാരാനായി ഇവർ ആ ഭാഗത്തേക്ക് നീങ്ങുകയായിരുന്നു. അങ്ങോട്ട് എത്തുമ്പോൾ പിന്നെ അത് പുഴയുടെ ഭാഗമായി. ഇവിടെ ചെറിയൊരു കനാലാണ്, ഒരു ബണ്ടാണ്. പിന്നീട് അത് വലിയ പുഴയിലേക്ക് എത്തി. അതിനുശേഷം ഈ ഒഴുക്കുള്ള ഭാഗത്തേക്ക് എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടായത് എന്നാണ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ദൃശ്യങ്ങളിൽ കാണാൻ വലിയ രീതിയിലുള്ള ജനക്കൂട്ടം ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. ആ ഘട്ടത്തിൽ തന്നെ വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം ഇവിടെ ഉണ്ടായിരുന്നു. അപകടം അറിഞ്ഞിങ്ങോട്ടേക്ക് ഒരുപാട് ആളുകൾ എത്തുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. നമുക്ക് ഇവിടെ ഈ ഭാഗത്ത് കാണാം, ഇങ്ങോട്ടെത്തും തോറും ഇത് പുഴയിലേക്ക് കണക്റ്റ് ആവുകയാണ്. നമുക്കിവിടെ ആളുകളുടെ പ്രതികരണത്തിലേക്ക് പോയാൽ, ചേട്ടാ, എത്ര മണിക്ക് അപകടം ഉണ്ടായതെന്നുള്ളത്? സമയം എത്ര മണിയുണ്ടാവും? സമയത്തിന്റെ 9 മണി. 5 പേരാണ് ഇറങ്ങിയതല്ലേ? 5 പേരിൽ 2 പേര്, ഒരാളെ ആദ്യം രക്ഷപ്പെടുത്തി. ഇവിടുത്തെ 2 ചേട്ടന്മാരെ വിട്ടിട്ട് അവരെ രക്ഷപ്പെടുത്തി. പിന്നെ അവരെ രക്ഷപ്പെടുത്തി കയറ്റി കഴിഞ്ഞപ്പോഴാണ് പറയണേ 2 ആളും കൂടി വേറെ ഉണ്ടെന്ന്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളൊക്കെ എത്തണത്. നമ്മൾ ഒരാളെ രക്ഷിച്ച ശേഷം ബാക്കിയുള്ളവരെ കണ്ടെത്താനാണ് സമയമെടുത്തത്. അവര് ഒരു കുട്ടി മറ്റേ കൊടകര ഉള്ളതാണ്, അവരെ അമ്മയുടെ വീട്ടിൽ വന്നാണ്. പിന്നെ ഒരാള് പുത്തമ്പള്ളിക്കര ഈ പഞ്ചായത്ത് തന്നെ ഉള്ളതാണ്. ഇപ്പൊ ഇവരുടെ ആരോഗ്യനില എന്തായിരുന്നു? ഇവരെ പുറത്തേക്ക് എടുക്കുമ്പോഴൊന്ന് വ്യക്തമാണോ? എടുക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഒരാളെ എടുക്കുന്ന സമയത്ത് അവിടെ ആള് രക്ഷപ്പെട്ടിട്ടുണ്ട് ഒരാള്. ബാക്കി 2 പേരുടെ സ്ഥിതി, ഒരാളെ 3/4 മണിക്കൂർ കഴിഞ്ഞും ഒരാളെ 1.5 മണിക്കൂർ കഴിഞ്ഞും കിട്ടി. അത് ഭയങ്കരമായിട്ടുള്ള ഒഴുക്കായിരുന്നു. നമുക്ക് അതായത് ഈ ഭാഗത്ത് നിന്ന് കക്ക വരാനാണ് സാധാരണ ആളുകൾ ഇറങ്ങുന്നത്. കുളിക്കാൻ ഇവിടെ വെള്ളക്കുറവ്. ഇവിടെ ഇങ്ങോട്ട് ഭയങ്കര കുഴിയാ, ആഴമാണ്. അതായത് ഒരു 5-6 വെള്ളം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങൾ മുങ്ങിട്ട് എത്തണില്ല. കഴിഞ്ഞ വർഷം ഇതേപോലെ തന്നെ അവിടെ അപ്പുറത്ത് ബണ്ടിന്റെ അടുത്ത് കുട്ടികൾ കുളിക്കാൻ ഇറങ്ങിയ ഒരാള് ഇങ്ങനെ. ഇതിപ്പോ ആരൊക്കെയാണ് രക്ഷാപ്രവർത്തനത്തിൽ ഉണ്ടായിരുന്നത്? ഇവിടുത്തെ നാട്ടുകാരും എല്ലാവരും ഉണ്ടായിരുന്നു, ഇവിടെയുള്ള എല്ലാവരും ഉണ്ടായിരുന്നു, പിള്ളേർ സെറ്റ് എല്ലാവരും ഉണ്ടായിരുന്നു. നികേഷ്, ഇപ്പം ഈ പറഞ്ഞതുപോലെ നമ്മൾ ആദ്യം നിന്ന സ്ഥലം എന്ന് പറയുന്നത് അവിടെ കുളിക്കാൻ ഇറങ്ങാൻ കഴിയുന്ന കടവാണ്, വലിയ ആഴമില്ലാത്ത പ്രദേശമാണ്. പക്ഷേ അവിടെ നിന്നും കക്കവാരി ഈ ഭാഗത്തേക്ക് എത്തുമ്പോൾ ഇവിടെ പുഴയുമായി കണക്ട് ആവുകയാണ്. ഇവിടെ വലിയ രീതിയിലുള്ള കുഴിയുണ്ട് എന്നാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകൾ ഉൾപ്പെടെ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നത്. കാരണം രക്ഷാപ്രവർത്തനം വലിയ പ്രതിസന്ധിയിലായിരുന്നു. ഇവിടെ വലിയ ആഴമുള്ള പ്രദേശമാണ്. ഇവിടെയാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടായത്. ഇപ്പോൾ ആളുകൾ പ്രതികരിച്ചപ്പോൾ പറഞ്ഞതനുസരിച്ച് അപകടമുണ്ടായി 3/4 മണിക്കൂറിന് ശേഷമാണ് അവസാനത്തെ ആളെ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ ആരോഗ്യനിലയിൽ വലിയ രീതിയിലുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. എന്തായാലും കണ്ടെത്തിയ എല്ലാവരെയും ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആദ്യം തന്നെ ഒരാളെ ഈ രക്ഷാപ്രവർത്തകർക്ക് കണ്ടെത്താൻ സാധിച്ചതുകൊണ്ട് അയാളുടെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ലാതെ തന്നെ രക്ഷപ്പെടുത്താൻ സാധിച്ചു. 5 പേരാണ് ഇവിടെ വന്നിരുന്നത്. ഇതിൽ 2 പേർ ഈ കരയിൽ തന്നെ നിൽക്കുകയായിരുന്നു, 3 പേരാണ് ഒഴുക്കിൽപ്പെട്ടത്. ഇങ്ങനെയാണ് രക്ഷാപ്രവർത്തനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ദ്രുതഗതിയിലുള്ള രക്ഷാപ്രവർത്തനം തന്നെ ഇവിടെ കൃത്യമായ നിലയിൽ നടന്നിട്ടുണ്ട്. എന്തായാലും മുൻപും അപകടമുണ്ടായിട്ടുള്ള പ്രദേശമാണ് എന്നും പ്രദേശവാസികൾ പറയുന്നുണ്ട്. എന്തായാലും ഈ 2 ആളുകളുടെ അവസാനം ഇപ്പോൾ രക്ഷാപ്രവർത്തകർ കണ്ടെത്തിയ 2 ആളുകളുടെ കാര്യത്തിൽ, അവരുടെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വ്യക്തത ആശുപത്രിയിൽ നിന്നും വരേണ്ടതുണ്ട്. നികേഷ്.